ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായൊരു പഞ്ചാബി കറിയാണ്. അതിനായി നമുക്ക് കുറച്ച് ഉള്ളിവട തയ്യാറാക്കാം. ഉള്ളിവടയ്ക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ കുറച്ച് കടലമാവാണ്. കടലമാവിലോട്ട് അല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ആ മിക്സ് എല്ലാം ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ സവാളയും അതിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ മിക്സ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി എടുത്ത് ഗ്യാസിലോട്ട് വെച്ച് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിക്കാം. ഓയിലെല്ലാം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഉള്ളിവടയെല്ലാം ഉണ്ടാക്കിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവിക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ബൗളിലുള്ള കട്ട തൈരാണ്. കട്ട തൈരിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഈ കടലമാവ് ചേർക്കാറുണ്ട്. അത് ഗ്രേവി കുറച്ച് തിക്കാകാനായിട്ടാണ് കടലമാവ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ച് ജീരകം ഇട്ട് ഒരു 2-3 വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് കറിവേപ്പിലയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മളിവിടെ മിക്സിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേവി അതിലോട്ട് എടുത്തൊഴിക്കുക. അതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി തിക്കാകാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ അതിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സ്വല്പം വെള്ളം കൂടുതൽ ഒഴിക്കാവുന്നതാണ്. വെള്ളം കൂടുതൽ ഒഴിച്ചതിന് ശേഷം അത് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രേവി തയ്യാറായി. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളിവട അതിലോട്ട് ചേർത്തി അതിന് ശേഷം കുറച്ച് മല്ലിയിലയും ചേർത്തി നമുക്ക് സ്വാദിഷ്ടമായ ഈ പഞ്ചാബി കറി സെർവ് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.